തങ്കരാജ് നിങ്ങളായിരുന്ന താൻ ആരാന്ന് വെച്ചാ പിന്നെ ഓടാൻ നോക്കിയേ. അയ്യോ മുങ്ങാൻ നോക്കുന്നോ? ഞാനാ ടൈപ്പല്ല. അതിരിക്കട്ടെ ലേഡീസ്, എന്താണ് ഇങ്ങനെ എല്ലാരോടും ഒരുമിച്ച്? തന്നെ ഒന്ന് കാണാൻ കണ്ടല്ലോ, ഇനി ഞാൻ പോയിക്കോട്ടെ? ഇങ്ങനെ കണ്ടാ പോരാ, വിശദമായിട്ട് കാണണം. അയ്യോ ഞാനാ ടൈപ്പല്ല. തന്നെ ടൈപ്പും ടൈപ്പ് ഏടോന്ന് ഞങ്ങൾക്ക് അറിയണ്ട. വെള്ളം എവിടെ? ഓ വെള്ളം ഇപ്പൊ കടലിലുണ്ട്, കായലുണ്ട്, പുഴയിലുണ്ട്, തോട്ടിലുണ്ട്, കിണറ്റിലുണ്ട്, അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ പൈപ്പിലുണ്ടോ? പിന്നെ ഇവിടുന്നൊക്കെ വെള്ളം പൈപ്പ് വഴിയാണല്ലോ വരുന്നത്. ഈ അപ്പാർട്ട്മെന്റിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടോന്നാ എന്റെ ചോദ്യം. ഇതെന്താ PSC പരീക്ഷ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയിപ്പിക്കണത്? എന്തോ ആക്ച്വലി നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? വെള്ളം വേണം. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഒക്കെ പരിപാടി മുടങ്ങിയിരിക്കുക. നമ്മൾ എന്ത് കാര്യത്തിനും വിദേശികളെ അനുകരിക്കുന്ന ആൾക്കാരാണല്ലോ. ഇന്നത്തേക്കൊന്ന് പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേ. അപ്പോഴേക്കും വെള്ളം വരും, ഇല്ലെങ്കിൽ ഞാൻ വരുത്തിക്കും. പൊന്നമ്മയുടെ ഭർത്താവ് തന്റെ ഭർത്താവ്. അത് നിങ്ങളുടെ വീട്ടിലെ കാര്യമോ? എന്റെ വീട്ടിൽ ഞാനാ ഭർത്താവ്. ഷീ ഈസ് മൈ വൈഫ്. എന്താ സംശയമുണ്ടോ? അതല്ലല്ലോ നമ്മുടെ വിഷയം. താനേ ഈ അപ്പാർട്ട്മെന്റ് സെക്രട്ടറിയാ. അതായത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ആള്. വെള്ളം തീർന്നിട്ട് ഇത്ര നേരം എന്താ വെള്ളം വരാത്തത്? അതെ, ഈ വെള്ളം എന്ന് പറഞ്ഞ സാധനം ഞാൻ മടിയിൽ നിർത്തി ടാങ്കിലേക്ക് ഒഴിക്കല്ല. ടാങ്കർ ലോറിൽ വന്നാലേ എനിക്ക് ടാങ്കിലേക്ക് അടിക്കാൻ പറ്റൂ. അത്ര എനിക്ക് ഇപ്പൊ പറയാൻ പറ്റൂ. ഇയാളോട് വർത്താനം പറയല്ലേ. നോ ഡോണ്ട് ടച്ച് തൊട്ടുകളിയോണ്ടാ. വെള്ളം വന്നിട്ട് പോയാ മതി. ഞാൻ ഇവിടെ നിന്നാ വെള്ളം വരൂലെന്നേ. അപ്പാവി, ഞാൻ അപ്പാവിനെ കൊണ്ട് ആ ടാങ്കർ സുരേന്ദ്രൻ ഒന്ന് വിളിപ്പിക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് രക്ഷപ്പെട്ടു. ജിമ്മ, നീ ഇതെവിടെ പോയി? 1+2 = 3 എന്നാണല്ലോ. എന്നിട്ട് വെള്ളം ഉണ്ടായിരുന്നു അവിടെ? ഈ വെള്ളമൊക്കെ ഇവിടെ എന്നാ ഉണ്ടായത്? മിടുക്കൻ, ചെല്ലി. ഓക്കെ. ഓ ദൈവമേ, ആരാണാവോ? ഹലോ സെക്രട്ടറി, ഇത് എവിടെ പോയി കിടക്കുക? എവിടെയും പോയിട്ടില്ല മാഡം, വെളിക്കിരിക്കുക. വെളിയിലിരിക്കണെന്ന്. ഇവിടെ വെള്ളവും ഇല്ല, വെളിച്ചവും ഇല്ല. ഇവിടെ എല്ലാം ഉണ്ട്. ഓപ്പൺ എയറാ. ഇടക്കൊരു കൊതുകുണ്ട്. മനുഷ്യനിവിടെ എരിവിൽ കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ തമാശ പറഞ്ഞ് കളിക്കുകയാണോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് മാഷേ? ഞങ്ങൾക്ക് വെള്ളം വേണം. ഞാൻ വല്ല റഷ്യ സിംഗനായിരുന്നെങ്കിൽ യാഗം നടത്തി വെള്ളം കൊണ്ടുവരായിരുന്നു. ഇത് ഞാൻ കേവലം സെക്രട്ടറി അല്ലേ മാഷേ? അതുവരെ ഞങ്ങൾക്ക് ടോയ്ലറ്റ് ഒന്നും പോകണ്ടേ? ഇത് പിടിച്ചു വെക്കാൻ പറ്റുന്ന സാധനമാണോ? പിന്നെ വെള്ളം ഉണ്ടാക്കലല്ലേ എന്റെ ജോലി. എന്തൊക്കെ ചെയ്യണം? ഇനി കാലുമിർത്തി അപ്പിടിക്കണമെന്ന് പറയോ? സാറ് വല്ലതും പറഞ്ഞിരുന്നോ? അയ്യോ ഒന്നുമില്ലേ, ഞാൻ ഈ മയിൽക്കുട്ടിയായിട്ട് സംസാരിച്ചാണ്. അതാവുമ്പോ തിരിച്ചൊന്നും പറയില്ലല്ലോ. വട്ടായിന്നാ തോന്നണേ. അതെടാ വട്ടാടാ. അപ്പാവേ, അപ്പാവേ, അപ്പാവി നീ വന്നടാ. എന്താണ് അതിനൊരു പരിഹാരം? നീ പറ. എന്റെ പൊന്നു മുതലാളി, ഞാൻ ഈ കാറ്റ് നിസ്സഹായനാന്നേ. വിളിക്കാന്നോടത്തൊക്കെ വിളിച്ചു നോക്കി, ഒരു രക്ഷയില്ല. എന്ന് പറഞ്ഞാലെങ്ങനെയാ? ബന്ധുക്കളുടെ മുമ്പിൽ ഞാൻ നാണം കെട്ട്. ചെക്കന്റെ വീട്ടുകാർ ഇപ്പൊ വരും. അതിനു മുമ്പ് വെള്ളം വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്നാ മുതലാളി മരിക്കുന്ന എന്താ പറഞ്ഞേ? 6 മണിയാകാതെ ഒന്നും നോക്കണ്ട. 6 മണിയോ? 6 മണിക്ക് വന്നാ ഭാഗ്യം. അപ്പൊ ഞാനെന്ത് ചെയ്യും? മുതലാളി ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു? ബന്ധുക്കളുടെ മുമ്പിൽ നാണം കെട്ടുന്ന അതല്ല, വേറെണ്ണോ. മരിക്കൂന്ന് പറഞ്ഞതാ. അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നെ വിളിക്കണ്ട, എന്നോടൊന്നും പറയണ്ട. ഞാൻ ഈ നാട്ടുകാരനല്ല. പിന്നെ താനേത് കോത്താഴ്ത്താരനാണോ? ഞാനേ സുഡാനിയ, ഫ്രം നൈജീരിയ. താൻ സുഡാനിന്ന് നൈജീരിയ ഇങ്ങോട്ട് വരുമല്ലോ, അപ്പൊ ഞാൻ കണ്ടോളാം. അതിനെന്തിനാ എന്നെ കാണുന്നത്? വേറെ എന്തോരം ആൾക്കാരുണ്ട് തനിക്ക് കാണാൻ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സുബ്രഹ്മണ്യന്റെ അച്ഛനെ ചെന്ന് കാണ്. അയാൾ ചാകാൻ കിടക്കുക. എടോ, തന്നെ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി ആക്കിയത് എന്തിനാണോ? പിന്നെ നിങ്ങൾക്ക് വെള്ളം കോരി തരാനും വിറക് തരാനും അല്ലേ എന്നെ സെക്രട്ടറി ആക്കിയത്. ഒന്ന് പോ സുധാകര. നീ ഇങ്ങോട്ട് വരൂലോ, അപ്പൊ ഞാൻ കണ്ടോളാം. ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല. അതാ നല്ലത്. ഇത് എന്ത് കഷ്ടമാണെന്ന് നോക്കി എന്റെ ദൈവമേ. സാറേ, ഈ മയിലിക്കുറ്റിയോട് വിശേഷം പറഞ്ഞു തീർന്നില്ലേ? ഇല്ല, കുറച്ചും കൂടി വിശേഷം പറഞ്ഞു തീരാനുണ്ട്. ഇത് മുഴുത്ത വട്ടാ. ഓട്ടെ. ഇന്നത് തീരുമെന്നാ തോന്നുന്നത്.
കഴിഞ്ഞു സുബു. വെടി പുകയും തീർന്നു. മനസമാധാനായി. അപ്പാ 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 പോയോ അപ്പാ? എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. പോകുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം തരാൻ പറ്റില്ലല്ലോ. അപ്പാ ഞാനിത് എങ്ങനെ സഹിക്കും? എന്നെ കൂടി കൊണ്ടുപോവാ, എന്നെ കൂടി കൊണ്ടുപോവാ. നിങ്ങൾ ഇത് എങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം ഈ പറയുന്നത്? ഇതെന്താ മെട്രോ ട്രെയിനോ? ടിക്കറ്റ് എടുത്ത് കൂടെ കൊണ്ടുപോകാൻ? കിടക്കിട കിടപ്പ് കണ്ട, നമ്മളപ്പടെ കിടപ്പ് കണ്ട. എന്റെ മനുഷ്യ, ചത്ത് കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ തന്നെയാ കിടക്കുന്നത്. അപ്പാ അപ്പാ നിങ്ങളുടെ അപ്പനെ ചത്തതല്ല, കിടന്ന് കിടന്നേ ജനിച്ചതാ. അതുകൊണ്ടേ വാ മൂടി ഇരിക്ക. മനുഷ്യനെ വെറുതെ നാണക്കേടുണ്ടാക്കാതെ. മിണ്ടരുത്. ആ അങ്ങനെ ആ പിടിക്ക്. എന്നിട്ട് ഇതിനെ താഴേക്ക് ഇറക്കി കിടത്ത്. എഴുന്നേറ്റ് പിടിക്ക്. തണ്ണി വേണം. തണ്ണി കൊണ്ടുവന്ന് അപ്പാവെ തളിച്ച് അപ്പാവിടെ ആത്മാവെ മുകളിലോട്ട് വിട്ടിട്ട് വേണം താഴേക്ക് ഇറക്കി കിടത്താൻ. എന്നാ അവിടെ ഇരുന്നേ മേലെ കൂട്ടിട്ട് വാ. മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ. അയ്യോ അയ്യോ, എന്നാ പറ്റി സാറേ? ജസ്റ്റ് ഒന്ന് മിസ്സായതാ. ഇപ്പൊ മത്സരമൊന്നും ഇല്ലായോ? മിസ്റ്റർ യൂണിവേഴ്സ് കോntest ഒന്നുണ്ടല്ലോ. സാറ് മത്സരിക്കുന്നുണ്ടോ? ഇല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ പോവുകയാണ്. അല്ല, ഈ കാണാൻ പോകുന്നതിനും ബോഡി ഇങ്ങനെ അടിച്ച് പെരുപ്പിച്ച് വെക്കണോ? പിന്നെ അത് ഇത് ഇങ്ങനെ വീർപ്പിച്ച് കാണിച്ചാലേ ഗാലറി ഇരുന്നാലേ എന്തൊരു ലുക്ക് ഉണ്ടാവും അറിയാവോ? ടിവിയിലും പിന്നെ കാണിക്കും, നല്ല വളരെ രസമുണ്ടാവും. ഈ ബോഡിയുടെ പ്ലേ ഒന്നും ഉണ്ടല്ലോ, അത് നിനക്കൊന്ന് കാണിച്ചു തരാം. എന്റെ പൊന്ന് സാറേ, ഉള്ള പ്ലേ തന്നെ കാണാൻ എനിക്ക് സമയം തികയുന്നില്ല. ഞാൻ പോയിട്ട് ഇപ്പൊ നടക്കുന്ന പ്ലേ എന്തായി നോക്കിയിട്ട് വരാം. ബോഡി സെൻസ് ഇല്ലാത്ത ഒരു സ്റ്റെപ്പ്. അപ്പാവെ ഒന്ന് നിന്ന്. നീയേ നായരാണോ മേനോനാണോ? ഇതായി ഇപ്പൊ നന്നായി. അടിമപ്പണിയാണ് ഇവിടെ ചെയ്യണമെങ്കിലും നാം നല്ല ഒന്നാം തരം അസല് നമ്പൂരിയാണ്. നമ്പൂതിരിയാ? കടവുളെ കാത്തു. എന്നിട്ട് ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചു. ഈ ഓള വിശ്വസിച്ചു. അല്ല, ഏതാ അപ്പാവിടെ ഇല്ലം? കേട്ടിട്ടില്ലേ? മേമന. മേമനയിലെ വാസുദേവൻ തിരുമേനയുടെ ആരായിട്ട് വരും? ആരായിട്ട് വേണമെങ്കിലും വരാം. എവിടെ വരണോന്ന് പറഞ്ഞാ മതി. പക്ഷെ നമ്പൂതിരിയായിട്ടല്ല. കൊച്ചൗസേപ്പ് മാപ്പിളയുടെയും വെറോനിക്കയുടെയും 12ാമത്തെ മകൻ. മുഴുവൻ പേര് അപ്പാവി കൊച്ചൗസേപ്പ് മേമന. മുട്ടാളാ, നമ്പൂതിരിയാണെന്ന് പറഞ്ഞിട്ട് പറ്റിക്കായിരുന്നു അല്ലേ? വെള്ളത്തിന്റെ കാര്യം നമ്പൂരി നായരൊന്നും ഇല്ലതാ. നീ അപ്പാ കടവുളെ തണ്ണി. സാറാ സാറാ നീ അവിടെ എന്തെടുക്കുക? സാറാ വരുന്നു വരുന്നു. ഇങ്ങനെ ധൃതി പിടിച്ചാൽ എങ്ങനെയാ? ആകെ ഒരു കുപ്പി വെള്ളം കൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ തീർക്കണ്ടേ? അതാണെങ്കിൽ കയ്യിൽ നിന്ന് മറിഞ്ഞും പോയി. ആ പോട്ടെ, സാരമില്ല. ഇതൊന്നും സ്പ്രേ ഉണ്ടോ ഇവിടെ? എല്ലാം തരാം, നീ പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങി. ലേറ്റ് ആയി. അയ്യടാ, എല്ലാം കഴിഞ്ഞപ്പോ നിനക്ക് എന്നെ വേഗം ഒഴിവാക്കണം അല്ലേ? അപ്പൊ ഇത്രക്കൊക്കെ ഉള്ളൂ അല്ലേ? അതല്ല മോളെ. പിന്നെ ഏതല്ല? ഇതൊക്കെ നിങ്ങളുടെ കോമൺ സ്വഭാവ. അതെന്റെ ഭർത്താവട്ടെ, എന്റെ സ്വീറ്റ് കാമുകൻ രാഹുൽ ആവട്ടെ, ഒരു വ്യത്യാസവും ഇല്ല. അയ്യോ എന്റെ പൊന്നു മോളെ, പയ്യ മതി. അങ്ങനെ വഴിക്ക് വാ. എനിക്കൊരു 10 മിനിറ്റ് കൂടെ സമയം വേണം. ഓക്കെ? ഓ മാറണം. ആരോ വന്നിട്ടുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. ആ രാഹുൽ. സ്വാമിയോ? എന്താ സ്വാമി? തണ്ണി കിടക്കുമാ, ഒരു മൊന്ത മതി. എന്റെ സ്വാമി, പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. വീട്ടിലെ പൈപ്പിലും വെള്ളമില്ല. ഇനി എന്നാ ചെയ്യും? ആ മാലതിയോടോ അപ്പാവിയോടോ പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറയാമല്ലായിരുന്നോ? വേണ്ട വേണ്ട, ശുദ്ധമില്ലാത്ത ഇനങ്ങളാ. രാഹുൽ വന്നാണ് പോയോ? ആരാത്? വൈഫ്, ഭാര്യ, പൊണ്ടാട്ടി. 3 പേരുണ്ടോ? ഇല്ല, ഒരാളേ ഉള്ളൂ. അപ്പൊ പൊണ്ടാട്ടി മട്ടും. പൊണ്ടാട്ടിക്ക് കോൾഡ് ആണല്ലേ? സൗണ്ടിനൊരു മാറ്റം. അതെ, കോൾഡ്, ജലദോഷം. രണ്ടും ഉണ്ടോ? ഇല്ല, കോൾഡ് മാത്രമേ ഉള്ളൂ. കുറച്ച് തുളസി വെള്ളം തിളപ്പിച്ചു കൂടെ, കോൾഡിന് ബെസ്റ്റാ. ഇനി എനിക്കുള്ള വെള്ളം എവിടുന്ന് കൊണ്ടുവരും? എന്റെ മോളെ ഇതുവരെ റെഡിയായില്ലേ? 5 മിനിറ്റ് ഇപ്പൊ കഴിയും. പെട്ടെന്നാവട്ടെ.